ദൈവത്തിൻ്റെ തനിമുള്ള നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഇന്ന് മറ്റൊരു വിഷയമായി ദൈവത്തിൻ്റെ സന്നിധിയിൽ കടന്നു വന്നിരിക്കുകയാണ്. ഇന്ന് നിങ്ങളുടെ മുമ്പിൽ ഞാൻ ചർച്ചയ്ക്ക് വയ്ക്കാൻ ആഗ്രഹിക്കുന്ന, അല്ലെങ്കിൽ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്ന വിഷയമെന്ന് പറയുന്നത്, ഇന്ന് ലോകത്തിലെ മനുഷ്യർ, ഏകദേശം 600 കോടി മനുഷ്യർ ഇന്ന് ലോകത്തുണ്ട്. ഈ 600 കോടി മനുഷ്യരെയും ഒരു സർവേക്കകത്ത് കൊണ്ടുവരികയാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് സർവേ എടുക്കാൻ പറ്റുന്ന ഒരു മാർഗമെന്ന് പറയുന്നത് ഒന്നുകിൽ ഗൂഗിൾ, അല്ലെങ്കിൽ ChatGPT, അല്ലെങ്കിൽ ഡീപ് സീക്ക്, അങ്ങനെയുള്ള സോഫ്റ്റ്വെയറാണ് നമുക്ക് ഉപയോഗിക്കാൻ കഴിയുന്നത്. ഈ മൂന്നിലും ഞാനൊന്ന് സെർച്ച് ചെയ്ത് നോക്കി. മനുഷ്യൻ ദൈവത്തെ ആശ്രയിക്കുവാനുള്ള ഏക കാരണം, ഏറ്റവും പ്രാധാന്യമർഹിക്കുന്ന കാരണം എന്തെന്ന് ഞാനിതിലൊന്ന് സെർച്ച് ചെയ്ത് നോക്കി, ഒന്ന് തിരഞ്ഞു നോക്കി. മനുഷ്യൻ എന്തിനാണ് ദൈവത്തെ വിളിക്കുന്നതിൻ്റെ കാരണം? അതിൻ്റെ പ്രധാന കാരണം എടുത്ത് നോക്കിയപ്പോൾ ആദ്യം ഡീപ് സീക്കിലാണ് നോക്കിയത്. ഡീപ് സീക്ക് എന്ന് പറഞ്ഞാൽ ChatGPTയോടുള്ള ബന്ധത്തിൽ അതേപോലത്തെ ഒരു ബന്ധത്തിൽപ്പെടുന്ന ഒരു സോഫ്റ്റ്വെയർ തന്നെയാണ്. വളരെ ഈസിയായി നിങ്ങൾക്ക് ഉപയോഗിക്കാൻ പറ്റുന്നൊരു സോഫ്റ്റ്വെയറാണ്. അപ്പോൾ അതിൽ നോക്കിയപ്പോൾ അതിൽ വ്യക്തമായി പറയുന്നൊരു കാര്യം ഇങ്ങനെയാണ്: മനുഷ്യൻ ദൈവത്തെ വിളിക്കുന്നതിൻ്റെ ഒറ്റ കാരണമെന്ന് പറയുന്നത് പണമാണ്, സാമ്പത്തികം, അല്ലെങ്കിൽ വെൽത്തും അതിന് അനുബന്ധമായ പല കാര്യങ്ങളും. ഞാൻ ഈ സ്ക്രീനിൻ്റെ ഈ ഇടതുവശത്ത് അതിൻ്റെ റിസൾട്ട് ഞാൻ എഴുതിയിട്ടുണ്ട്. മലയാളത്തിൽ തന്നെയാണ് ഞാനത് കൊടുത്തിരിക്കുന്നത്. ഇനി ഗൂഗിൾ ഞാനൊന്ന് സെർച്ച് ചെയ്തപ്പോൾ അതിൽ നിന്ന് റിസൾട്ട് കിട്ടിയതും അതുതന്നെയാണ്. ഈ ലോകത്തിലെ 600 കോടി ജനങ്ങളും ദൈവത്തെ വിളിക്കുന്നതിൻ്റെ ഏറ്റവും വലിയ കാരണമെന്ന് പറയുന്നതിൻ്റെ ഉത്തരമാണ് ഇവിടെ പറയുന്നത്. അതുതന്നെയാണ്, സാമ്പത്തികം തന്നെയാണ്. സാമ്പത്തികം, അതിനോടുള്ള ബന്ധത്തിൽ സുഖം, അവരുടേതായ സന്തോഷം, അതിനത്തിന് വേണ്ടി മാത്രമാണ് മനുഷ്യൻ ഈ ദൈവത്തെ വിളിക്കുന്നത്. ഇനി ChatGPT എടുത്താലും അതിൻ്റെ റിസൾട്ട് അങ്ങനെ തന്നെയാണ്. അപ്പോൾ മൊത്തത്തിൽ നമുക്ക് ആധുനിക സൗകര്യങ്ങളൊക്കെ നമ്മുടെ വിരൽ തുമ്പിൽ ഉള്ളത് കൊണ്ട് തന്നെ ഇത്തരം കാര്യങ്ങളെല്ലാം പെട്ടെന്ന് തന്നെ സർവേ എടുത്ത് നമുക്ക് അത് അറിയാൻ പറ്റും. ഇങ്ങനെ മൊത്തത്തിൽ മനുഷ്യർ ദൈവത്തെ വിളിക്കുന്നതിൻ്റെ മനോഭാവം എന്താണെന്ന് നമുക്ക് പിടികിട്ടി. ഇനിയും ക്രിസ്ത്യാനികളെ സംബന്ധിച്ച്, ക്രിസ്ത്യാനികൾ എന്തിനാണ് ദൈവത്തെ വിളിക്കുന്നത്? ഇനിയിപ്പോൾ പെന്തക്കോസുകാരെ സംബന്ധിച്ച്, ഞാനൊരു പെന്തക്കോസുകാരനായതുകൊണ്ട് തന്നെ പെന്തക്കോസുകാരായ വിശ്വാസികൾ അല്ലെങ്കിൽ ദൈവഭക്തന്മാരെല്ലാവരും ദൈവത്തെ വിളിക്കുന്നതിൻ്റെ കാരണം എന്താ എന്ന് പരിശോധിക്കുകയാണെങ്കിൽ ഒന്നും നമുക്ക് സംശയമില്ലാതെ തന്നെ പറയാം, പണം തന്നെയാണ്. ഞാൻ ഒറ്റ കാരണം പറയാം. ഈ ആദ്യം തന്നെ എൻ്റെ ആ ടൈറ്റിൽ ഇങ്ങനെ എഴുതിയിരിക്കും: ധനവാനാകാൻ സമ്മതിക്കാത്ത ബൈബിൾ. അതെ, ധനവാനാകാൻ ഒരിക്കലും ബൈബിൾ സമ്മതിക്കത്തില്ല. അതിൻ്റെ കാരണങ്ങളാണ് ഞാൻ പറയാൻ പോകുന്നത്. നോക്കണം, പല സഭകളും നമുക്കറിയാം, പല സഭകളും മനുഷ്യനെ മാടി വിളിക്കുന്നതിൻ്റെ കാരണം, മനുഷ്യനെ ദൈവത്തിലേക്ക് അടുപ്പിക്കാനുള്ള കാരണമെന്ന് പറയുന്നത് പണം തന്നെയാണ്. പണം. ഇന്ന് വിടുതൽ ശുശ്രൂഷ നടക്കുന്നുണ്ട്. ഇന്ന് വലിയ സാമ്പത്തിക വിടുതലിന് വേണ്ടിയിട്ടുള്ള പ്രാർത്ഥനകൾ നടക്കുന്നുണ്ട്. മനുഷ്യൻ എന്തിനാണ് ആരാധനയ്ക്ക് പോകുന്നത്? ഇന്ന് പലരും ഞായറാഴ്ചയാണെന്ന് പലരും ആരാധനയ്ക്ക് പോയവരാണ്. എന്നാൽ എന്തിനാണ് ആരാധനയ്ക്ക് പോകുന്നത്? ഇനി ആരാധനയ്ക്ക് ശേഷം ഇനി മറ്റു മീറ്റിങ്ങുകളൊക്കെ നമ്മുടെ ഈ ആഴ്ചകളിലുണ്ട്. അതിനൊക്കെ ആളുകൾ വളരെയധികം ഉത്സാഹത്തോടെ കടന്നു പോകുന്നുണ്ട്. എന്നാൽ ഇതിൻ്റെയൊക്കെ പ്രധാന കാരണം എന്താ? എന്തിനാ ദൈവത്തെ വിളിക്കുന്നത് എന്ന് മനസ്സിൻ്റെ ഉള്ളറകളിൽ നിന്ന് ആ മനുഷ്യനോട് അവൻ്റെ ആത്മാവ് സംസാരിക്കുകയാണെങ്കിൽ അവൻ്റെ ആത്മാവ് വ്യക്തമായ ഉത്തരം പറയുന്നത് എൻ്റെ ആവശ്യത്തിനാണ്. പണത്തിന് വേണ്ടിയാണ് പലരും പോകുന്നത്. ശരിക്കും ആരാധന എന്താ? വിഷയം അതല്ലെങ്കിലും ആരാധന ചെറിയൊരു കാര്യം പറയും. ആരാധന എന്താ? ദൈവത്തിന് കൊടുക്കേണ്ടത് കൊടുക്കാനാണ് ആരാധന എന്ന് പറയുന്നത്. നാം ദൈവത്തിന് കൊടുക്കേണ്ട കാര്യമാണ് ആരാധന എന്ന് പറയുന്നത്. അത് ഞായറാഴ്ച മാത്രമല്ല, എപ്പോഴൊക്കെ ദൈവസന്നിധിയിൽ ദൈവനാമത്തിൽ നമ്മൾ കൂടി വരുന്നോ അവിടെയെല്ലാം ആരാധന വെളിപ്പെടുന്ന ഒരു സിറ്റുവേഷനാണ് ബൈബിൾ നമ്മളെ പഠിപ്പിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ 2-3 പേർ എൻ്റെ നാമത്തിൽ കൂടിയവർക്കൊക്കെയും ഞാൻ അവരുടെ നടുവിലുണ്ടെന്ന് പറയുന്നത് ആരാധനയുടെ ഏറ്റവും വലിയ കാതലായ വിഷയമാണ്. അങ്ങനെയാണെങ്കിൽ നമ്മൾ ആരാധനയ്ക്ക് കടന്നു വരുന്ന ദൈവത്തിന് കൊടുക്കാനാണ്. എന്നാൽ പലപ്പോഴും നമ്മൾ ആരാധനയ്ക്ക് കടന്നു, ഇന്ന് മനുഷ്യരെല്ലാം ആരാധനയ്ക്ക് കടന്നു വരുന്നെന്ന് പറയെങ്കിലും
ദൈവത്തോട് തരണമേ തരണമേ എന്ന് പ്രാർത്ഥിക്കുന്ന ഒരു വിഷയമാണ് മനുഷ്യർക്ക് എല്ലാവർക്കും ഉള്ളത്. ഈ ലോകത്തിലെ മനുഷ്യരെല്ലാവരും പ്രാർത്ഥിക്കുന്നത് അവരുടെ ആവശ്യങ്ങൾക്ക് വേണ്ടിയാണ്. പക്ഷേ നമ്മളെക്കുറിച്ച് നാം സ്വയം വാഴ്ത്തുന്ന ചില വചനങ്ങളുണ്ട്. നാം രാജകീയ പുരോഹിത വർഗമാണ്, വിശുദ്ധ ജനമാണ്, സ്വന്തം ജനമാണ് എന്നൊക്കെ നമ്മളൊക്കെ സ്വയം പുകഴ്ത്താറുണ്ട്, സ്വയം പറയാറുണ്ട്. പക്ഷേ നമ്മുടെ ആവശ്യവും ഈ ലോകത്തിലെ മനുഷ്യർ അവരുടെ മതങ്ങളിലും അവരുടെ ദൈവത്തെ ആശ്രയിക്കുന്നത് പോലെ തന്നെയാണ് പലപ്പോഴും നമ്മളും പ്രാർത്ഥിക്കുന്നത്. രാജകീയ പുരോഹിത വർഗമെന്ന് സ്വയം വിലയിരുത്തുകയും പ്രവൃത്തിയാൽ മറ്റ് സാധാരണ മനുഷ്യരെ പോലെ തന്നെ പ്രാർത്ഥിക്കുകയും ചെയ്യുന്ന ഒരു പ്രത്യേകതരം സ്വഭാവക്കാരാണ് നമ്മൾ ഓരോരുത്തരും. നോക്കണം, അതുകൊണ്ട് തന്നെ ദൈവത്തിന് വ്യക്തമായി അറിയുന്നത് കൊണ്ട് തന്നെ ദൈവം ഒരിക്കലും തൻ്റെ വചനത്തിലും തൻ്റെ നിയമത്തിലും ധനവാനാകാൻ മനുഷ്യനെ സമ്മതിക്കുന്നില്ല. യേശുക്രിസ്തു പറഞ്ഞൊരു കാര്യമുണ്ട്, ധനവാൻ സ്വർഗരാജ്യത്തിൽ കിടക്കുന്നത് ഏറെ കഷ്ടമാണ്. ഒട്ടകം സൂചിക്കുഴയിൽ കിടക്കുന്നതിനേക്കാൾ വളരെയധികം പ്രയാസമാണ് ഒരു മനുഷ്യൻ സ്വർഗരാജ്യത്തിൽ കിടക്കുന്നത്. അതിൻ്റെ കാരണമെന്ന് പറയുന്നത് ധനം അവനെ ദൈവത്തിലേക്ക് ഉള്ള പാത ഇല്ലാതാക്കും, അല്ലെങ്കിൽ ആ പാതയെ ഇല്ലാതാക്കുന്ന അല്ലെങ്കിൽ ഇടുക്കും ഞെരുക്കമാക്കുന്ന ഒരു ഘടകമാണ് ധനമെന്ന് പറയുന്നത്. ഒരു മനുഷ്യന് ദൈവത്തിലേക്ക് ചലിക്കണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ അവൻ്റെ മുന്നിൽ ധനമുണ്ടെങ്കിൽ അതവന് തടസ്സമായിരിക്കുമെന്നാണ് വചനം പറയുന്നത്. ഒരു കാരണം ഞാൻ പറയാം. ഈ യേശുക്രിസ്തു പരശുശ്രൂഷയുള്ള ബന്ധത്തിൽ കടന്നു പോകുമ്പോൾ യേശുക്രിസ്തുവിൻ്റെ പുറകെ കുറേ ജനങ്ങൾ കൂടി ഉണ്ടായിരുന്നു. അപ്പോൾ യേശുക്രിസ്തു ഒരു വാക്ക് പറയുന്നുണ്ട്, ഇവർ അപ്പം കണ്ടതുകൊണ്ട് മാത്രമാണ് എൻ്റെ പുറകെ വരുന്നത്. നോക്കണം, അപ്പം കണ്ടതുകൊണ്ടാണ്, അല്ലാതെ എന്നിലുള്ള നിത്യജീവനോ എന്നിലുള്ള രക്ഷയോ എന്നിലുള്ള ദൈവികത്വമോ ഇതൊന്നും കണ്ടിട്ടല്ല അവർ എൻ്റെ പുറകെ വരുന്നത്. ഒന്ന് മാത്രമാണ്, അപ്പം മാത്രമാണ്. ഇന്നും മനുഷ്യർ അതേപോലെ തന്നെ ദൈവമെന്ന് ക്രിസ്തു അന്ന് പറഞ്ഞതുപോലെ തന്നെ ഇന്നും പലരും ലോകത്തിലെ മനുഷ്യരെല്ലാവരും ദൈവത്തെ പിൻപറ്റുന്നതിൻ്റെ ഒറ്റ കാരണമെന്ന് പറയുന്നത് പണമാണ്. പണം. ഈ പണം മനുഷ്യനുണ്ടാക്കിയ തന്ത്രമാണോ എന്ന് ചോദിച്ചാൽ അല്ല, ഇത് പിശാചിന്റെ തന്ത്രം തന്നെയാണ് പണം എന്ന് പറയുന്നത്. പണം മനുഷ്യന് ആവശ്യമാണ്, എനിക്കും ആവശ്യമാണ്, നിങ്ങൾക്കും ആവശ്യമാണ്, എല്ലാം ആവശ്യമാണ്. പക്ഷെ ദൈവത്തിൻ്റെ അടുക്കൽ നീ കൂടാരത്തിൻ്റെ അകത്തളത്തിൽ വരുമ്പോൾ നീ പണം ആവശ്യപ്പെട്ടല്ലായിരിക്കണം നീ ദൈവത്തെ ആരാധിക്കേണ്ടത്. അവിടെ നീയും ദൈവവുമായിട്ടുള്ളൊരു ബന്ധം തന്നെ വിച്ഛേദിക്കപ്പെടുകയാണ്. ദൈവം നമ്മളെ നോക്കി പറയും, അപ്പം കണ്ടതുകൊണ്ടാണ് ഇവൻ എന്നെ വിളിക്കുന്നത്, പണം കണ്ടതുകൊണ്ടാണ് ഇവൻ എന്നെ വിളിക്കുന്നത്. ഇങ്ങനെയുള്ള രണ്ടാംകിട പൗരന്മാരാണ് നമ്മൾ ഓരോരുത്തരും. രാജകീയ പൗരന്മാരെന്ന് വിളിക്കപ്പെട്ട നമ്മൾ ഓരോരുത്തരും ഇങ്ങനെയാണോ പെരുമാറേണ്ടത്? ഇങ്ങനെയാണോ പ്രവർത്തിക്കേണ്ടത് ദൈവത്തിൻ്റെ മുമ്പാകെ? പലപ്പോഴും നമ്മെ തന്നെ ലജ്ജ തോന്നുന്ന തരത്തിലല്ലേ നമ്മുടെ പ്രാർത്ഥനകളെല്ലാം വരുന്നത്. ഇന്ന് ഉപദേശിമാരും പാസ്റ്റർമാർക്കും അനേക യോഗങ്ങൾ വിളിച്ചു കൂട്ടുന്നുണ്ട്. അതിലൊക്കെ ജനങ്ങൾ വാരിക്കോരി പോകുകയാണ്. ന്യൂ ജനറേഷൻ സഭ, തങ്കു അല്ലെങ്കിൽ അങ്ങനെയുള്ള ആളുകൾ, സജിത് കണ്ണൂർ, അങ്ങനെയുള്ള ആളുകളുടെ ഇടയിലൊക്കെ ആളുകൾ വലിച്ചേറി പോകുന്നതിൻ്റെ ഒറ്റ കാരണം എന്ന് പറയുന്നത് ദൈവത്തോടുള്ള സ്നേഹനിമിത്തമോ രക്ഷയോട് സ്നേഹനിമിത്തമോ ഒന്നുമല്ല, പകരം പണം. ഇതുകൊണ്ട് ദൈവരാജ്യത്തിൽ ദൈവത്തിന് ഇഷ്ടമുള്ള പാത്രമായി തീരുവാൻ ഒരിക്കലും കഴിയത്തില്ല. നാം ഓർക്കേണ്ടത് ഈ ആകാശത്തിലെ പറവുകൾ നോക്കി ക്രിസ്തു പറഞ്ഞൊരു അവ കളപ്പുരയിൽ കൂട്ടുന്നില്ല, എന്നാലും ദൈവം അതിനെ പുലർത്തുന്നു. ഈ വിശ്വാസത്തിൻ്റെതായ അതിര നമുക്ക് വേണ്ടത്. അത് എനിക്ക് എന്തെങ്കിലും കിട്ടണം എന്ന് പറഞ്ഞ് ദൈവത്തോട് നിലവിളിക്കുന്നില്ല, പക്ഷെ അതിന് കാര്യങ്ങളെല്ലാം ദൈവം ഒരുക്കി കൊടുക്കുക. നമ്മളൊക്കെ പറയുന്നുണ്ട്, നമ്മളൊക്കെ പ്രാർത്ഥിച്ചാണ് ഈ കാര്യങ്ങളെല്ലാം മേടിക്കുന്നത്. അതൊന്നുമല്ല. ദൈവം ഈ ലോകത്തിൽ 600 കോടി മനുഷ്യരെയും ഈ ലോകത്തിൽ അയച്ചത് ദൈവം അവരെ സംരക്ഷിക്കുമെന്ന് ഉറപ്പോടുകൂടിയാണ്. നീ ദൈവത്തെ വിളിച്ചാലും വിളിച്ചില്ലെങ്കിലും ദൈവം നമുക്ക് വേണ്ടതെല്ലാം തരും. അതാ ദൈവത്തിൻ്റെ സ്നേഹം എന്ന് പറയുന്നത്. പിന്നെ നീ ദൈവത്തെ വിളിക്കുന്നത് എന്തിനു വേണ്ടിയായിരിക്കും? എനിക്ക് അപ്പം തന്നതുകൊണ്ടും എനിക്ക് വേണ്ടതെല്ലാം തന്നതുകൊണ്ടും വേണ്ടിയല്ല നീ ദൈവത്തെ വിളിക്കേണ്ടതാണ്. പകരം
ദൈവം നമ്മളെ സ്നേഹിക്കുന്നത് കൊണ്ടായിരിക്കണം. സ്നേഹമാണ് ഏറ്റവും വലുത്. അതായിരിക്കണം നമ്മുടെ ആരാധനയുടെ കാരണമെന്ന് പറയുന്നത്. അല്ലാതെ പണത്തിന് വേണ്ടിയും മറ്റ് എന്തെങ്കിലും കാര്യത്തിന് വേണ്ടി ദൈവത്തെ വിളിക്കാൻ നിൽക്കരുത്. നമ്മൾ രാജകീയ പുരോഹിത വർഗമാണ്. ഇന്ന് പല സഭകളിലും സാക്ഷ്യങ്ങൾ കേൾക്കുമ്പോൾ എനിക്ക് അത്ഭുതം തോന്നാറുണ്ട്. പല പ്രസംഗങ്ങളും ധനത്തിനും മറ്റു കാര്യത്തിനു വേണ്ടി മാത്രമാണ് പ്രസംഗവും അതേപോലെ തന്നെ അവരുടേതായ യോഗങ്ങളും മീറ്റിങ്ങുകളും ഒക്കെ നടക്കുന്നത്. ജനങ്ങളെല്ലാം പരിജ്ഞാനമില്ലാതെ താഴേക്കിടയിൽ പോകുന്ന ഒരു മൃഗത്തിനേക്കാളും കഷ്ടത്തിലാണ് ഈ ധനത്തിന് വേണ്ടി മാത്രം ദൈവത്തോട് നിലവിളിക്കുന്നവരായി തീരുന്നത്. എനിക്ക് പണത്തിൻ്റെ ആവശ്യമില്ലാഞ്ഞിട്ടല്ല, എനിക്ക് ബുദ്ധിമുട്ടില്ലാഞ്ഞിട്ടല്ല. പക്ഷെ ദൈവത്തെ കാണേണ്ടത് പണത്തോടുള്ള ബന്ധത്തിലല്ല. പ്രൈസ് ദി ലോർഡ്. കാരണം ദൈവം നമ്മളെക്കുറിച്ച് ആഗ്രഹിക്കുന്ന ഒറ്റ കാര്യമെന്ന് പറയുന്നത് ദൈവത്തിൻ്റെ സ്നേഹം നമ്മളിൽ പകരപ്പെടുമ്പോൾ ആ സ്നേഹം തിരിച്ചു കൊടുക്കാനാണ് ദൈവം നമ്മളെക്കുറിച്ച് ആഗ്രഹിക്കുന്നത്. നീ ഏത് മീറ്റിങ്ങിൽ പോയാലും ആരാധനയ്ക്ക് പോയാലും നീ ദൈവത്തെ ആരാധിക്കാനാണ് പോകേണ്ടത്. നിന്റെ ആവശ്യങ്ങൾക്ക് വേണ്ടി മുറവിളി കൂട്ടാനല്ല നീ പോകേണ്ടത്. പുതിയ നിയമസഭക്കാരാണ് നീ. ഹന്നയല്ല, നീ ഏലിയാവല്ല. പുതിയ നിയമസഭയിലെ അപ്പോസ്തലനാണ്. ഇവിടെ ആവശ്യങ്ങൾക്ക് വേണ്ടി കരച്ചിലല്ല വേണ്ടത്. പകരം നിന്നിൽ നിന്ന് ഉത്ഭവിക്കുന്ന ദൈവത്തിൻ്റെ പരിമളം മറ്റുള്ളവരിൽ പകരാനാണ് ദൈവം നിന്നെക്കുറിച്ച് ആഗ്രഹിക്കുന്നത്. നീയും മറ്റു മതസ്ഥരെ പോലെ അയ്യോ പാപം എന്ന് പറഞ്ഞ് മറ്റ് ആളുകളെ പോലെ പണത്തിനും മറ്റു കാര്യത്തിനും വേണ്ടി മാത്രം നിലവിളിക്കുന്ന ഒരു വ്യക്തി ആകരുത്. പകരം ഞാനൊരു രാജകീയ പുരോഹിത വർഗമുള്ളവനാണ്, ഞാൻ ദൈവത്തിൻ്റെ സ്വന്തം മകനാണ്, മകളാണ്. ഇങ്ങനെ ഒരു ചിന്താഗതിയുമായി മുന്നോട്ട് പോകണം. അതുകൊണ്ട് തന്നെ ദൈവം പറയുകയാണ്, ധനവാനായിക്കഴിഞ്ഞാൽ നീ സ്വർഗരാജ്യം കടക്കുകയില്ല. നിനക്ക് തടസ്സമായിരിക്കുന്ന ഏറ്റവും വലിയ ഘടകമാണ് ഈ ലോകത്തിലെ, ഞാൻ നേരത്തെ ആ റിസർച്ച് എടുത്തതുപോലെ, ഈ ലോകത്തിലെ മനുഷ്യരെല്ലാം ധനത്തിന് വേണ്ടി ദൈവത്തെ ആശ്രയിക്കുമ്പോൾ നീ വ്യത്യസ്തനാണ്, നീ രാജകീയ പുരോഹിത വർഗമുള്ളവനാണ്. അങ്ങനെയാണെങ്കിൽ വ്യത്യസ്തനായവൻ ഈ ലോകത്തിലെ മനുഷ്യരുടെ സർവയിൽ പെടരുത്. നിന്റെ പ്രാർത്ഥനാ വിഷയങ്ങൾ മറ്റെന്തെങ്കിലുമാകണം. ആത്മീക തലമായിരിക്കണം നിന്റെ പ്രാർത്ഥനാ വിഷയങ്ങൾ. എൻ്റെ വീഡിയോ അധികം നീണ്ടുപോകുകയാണ്, അനേക ഉദാഹരണങ്ങൾ ഇതിനെക്കുറിച്ച് പറയാനുണ്ട്. എന്നാൽ ചെറിയൊരു 12 മിനിറ്റായി, അതിൽ ഞാൻ നിർത്തുവാൻ ആഗ്രഹിക്കുകയാണ്. ദൈവമക്കളെ, ഒരിക്കലും ധനവാനാകാൻ സമ്മതിക്കാത്ത ഈ ബൈബിൾ, അതിൻ്റെ കാരണം നാം മനസ്സിലാക്കുക. നിനക്ക് രണ്ടുണ്ടെങ്കിൽ ഒന്ന് മറ്റുള്ളവന് കൊടുക്കാൻ ശ്രമിക്കുക. അപ്പോൾ ഒരിക്കലും നിനക്ക് ധനവാനാകാൻ കഴിയത്തില്ല. പ്രൈസ് ദി ലോർഡ്. നിനക്ക് ധനവാനായിട്ടുണ്ടെങ്കിൽ നീ ഓർത്തോണം, ഏതോ കൽപ്പനയോ നീ എന്ത് ചെയ്യുക, ലംഘിച്ചിരിക്കുക. കൽപ്പന ലംഘിക്കുന്നതുകൊണ്ട് മാത്രമാണ് നീ ധനവാനാകുന്നത്. കൽപ്പന അതേപോലെ തന്നെ ദൈവത്തിൻ്റെ കൽപ്പന അനുസരിച്ച് ജീവിക്കുന്നവർ ഒരിക്കലും ധനവാനാകാൻ കഴിയത്തില്ല. പക്ഷെ നീ ഒരിക്കലും ദരിദ്രനുമാകില്ല. ഇത് ദൈവത്തിൻ്റെ ഉറപ്പാണ്. ദൈവം ഇവരെയും സഹായിക്കുമാറാണ്. ഗോഡ് ബ്ലെസ് യു ഓൾ. നിങ്ങളുടെ സഹോദരൻ ഇവാഞ്ചലിസ്റ്റ് പ്രേംജിത്ത് ജോർജ് നിലമ്പൂർ.